5000 പേരെ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു. 50 പേരെ അല്ല, 5000 പേരെ. 10 വിശ്വാസികൾ മാത്രം ഉണ്ടായിരുന്നു ഒരു 20 വർഷം. കഴിഞ്ഞ വർഷം മാത്രം 50,000 കുഞ്ഞുങ്ങളെ BBS പഠിപ്പിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി ഛത്തീസ്ഗഡിന്റെ റിപ്പോർട്ട് ചെയ്തപ്പോൾ. ഞാനിപ്പോ എഴുതി വെച്ചു, ബീഹാറിൽ 200 പേര് സ്ഥലം തന്നു. ബീഹാറിൽ UP-യിൽ 200 പേര്. അവർക്ക് 2 ഏക്കർ ഇല്ല. അവരുടെ പേരെങ്ങും വെക്കാൻ വേണ്ട. 10 സെന്റ് ഉള്ളയാൾ 4 സെന്റ് തന്നേക്കുക സൗജന്യമായിട്ട്. എന്താ കാര്യം? ഒരമ്മച്ച് പറഞ്ഞു, എന്റെ മോൻ സർക്കാർ ടീച്ചറായിരുന്നു, അവന് ഭ്രാന്തായിരുന്നു, പ്രാർത്ഥിച്ചപ്പോ അവന്റെ ഭ്രാന്ത് മാറി. എനിക്കറിയത്തില്ലായിരുന്നു യേശുവിനെ. ഉത്തർപ്രദേശിലെ കാര്യമാണ്. അവര് നല്ല കണ്ണായ സ്ഥലം എടുക്കുന്നു. അങ്ങനെ 200 പേര്. ഞാനിവിടെ വർക്കേഴ്സ് മീറ്റിംഗ് ചോദിച്ചു, എത്ര പേര് സ്ഥലം തരാൻ തയ്യാറുണ്ട്? കുറെ പേര് ഓടി വരിക. ഞാൻ നിന്നേ ഇത് സ്ഥലം അങ്ങോട്ട് തരിക, ഇങ്ങോട്ട് തരാനാ. ഇനി ആരും ഉണ്ടോ? ഒരു 50 പേര് ഓടി വരിക, ഞങ്ങളുടെ സ്ഥലം എടുക്കണം, ഞങ്ങളുടെ സ്ഥലം എടുക്കണം. അയ്യോ, ഇവരിൽ ഒരാള് പോലും ഒരു വലിയ പശ്ചാത്തലമൊന്നുമുള്ളവരല്ല. യേശു ചെയ്യുന്ന അത്ഭുതം കണ്ടോ? അതായി എഴുതി വെച്ചിരിക്കുന്നേ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കൊയ്ത്തു വന്നിട്ടുണ്ട്, പക്ഷെ എന്നറിയാമോ? വേലക്കാരില്ല. എന്റെ പ്രിയപ്പെട്ട ബൈബിൾ കോളേജുകാരെ, എന്റെ ബൈബിൾ കോളേജ് ഗ്രാജുവേറ്റ്സ്, നിങ്ങൾ ഇത്ര നല്ല പഠിത്തം കഴിഞ്ഞ് എത്രയോ സ്ഥലങ്ങൾ ബാക്കിയാ. നിങ്ങൾ അവിടേക്ക് പോ. ഈ എതിർപ്പെന്നൊക്കെ പറയുന്നതിന് മധ്യത്തിലുണ്ടല്ലോ ദൈവാത്മാവ് പ്രവർത്തിക്കുക. ഇത് യേശുവിന്റെ സഭയാ, ഇത് മനുഷ്യന്റെ സഭയല്ല. ഞാൻ എന്റെ സഭയാ പണിയെന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ രാജാവല്ല, അഖിലാണ്ടങ്ങളുടെ ഉടയവനാ. അവനോട് എതിർക്കാൻ ആർക്കും ശക്തിയില്ല കേട്ടോ. നിങ്ങൾ പോയാ മതി. വിക്കനായ മോശയെ കൊണ്ട് 6.5 ലക്ഷം ആളുകളെ കടൽ കടത്താൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ എന്നെയും നിന്നെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. മൂന്നാമത് മനസ്സിലായ കാര്യം, സകല ആവശ്യവും ദൈവം നടത്തും. ഇന്നുവരെ ഒരാൾക്കും ആവശ്യം പറഞ്ഞ് കത്തെഴുതി കാണത്തില്ല. ഒരു ബ്രോഷർ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ ആർക്കും കൊടുത്തിട്ടില്ല. എത്ര സുവിശേഷകർ വന്നോ സകലരുടെ ആവശ്യം ദൈവം നടത്തി. 10 സുവിശേഷകരുള്ള ഇപ്പൊ 100 കണക്കിന് സുവിശേഷകരെ അവരുടെ എല്ലാ ആവശ്യം ഒരു മനുഷ്യനോട് പറയാൻ ദൈവം നടത്തി. ഈ കഴിഞ്ഞ ആഴ്ച ഉദയംപേരൂർ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ ബാബുചെറിയാൻ പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു 5000 രൂപ കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ ഹയർ സെക്കൻഡറി കൊടുത്തിട്ട് പറഞ്ഞു, ഒരു പാസ്റ്റർ അതാ കേട്ടോ അവിടെ ഒരു സുവിശേഷകരെ സഹായിക്കണം. ആ പാസ്റ്റർ ആരാ എനിക്കറിയത്തില്ല. അവിടെ ഞാനും പ്രസംഗിച്ചില്ല. ഈ പ്രസംഗം തുടങ്ങാൻ പോകുന്നേ ഉള്ളായിരുന്നു. ബാബുചെറിയാൻ പാസ്റ്ററും പ്രസംഗിച്ചില്ല. പക്ഷെ ദൈവം പ്രവർത്തിച്ചു. നിന്റെ പ്രസംഗത്തെക്കാൾ ദൈവത്തിന്റെ പ്രവൃത്തി വലുതാ. യൗവനക്കാരെ, ഒരു സ്റ്റെപ്പ് എടുക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി കാണും, അത്ഭുത പ്രവൃത്തി കാണും. ദേവദാസന്മാരെ, നമ്മുടെ സഭയെ മിഷനെ പ്രോത്സാഹിപ്പിക്കാമോ? മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുമായിട്ടൊരു മിഷൻ യാത്ര നടത്താമോ? സെമിനാരിക്കാരെ, അവിടുത്തെ കുട്ടികളെ ദൈവം യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുക. യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഉപകരണങ്ങൾ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കപ്പെടണം, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ബൈബിൾ സെമിനാരികൾ എന്തുകൊണ്ടാണ് നിന്നു പോകുന്നതെന്ന് അറിയാമോ? ഇന്നലെ ചെറുമക്കൽ ബൈബിൾ കോളേജിൽ പ്രസംഗിക്കാൻ പോകുന്ന വഴിക്ക് ദൈവാത്മാവിനോട് പറഞ്ഞു, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ തയ്യാറാക്കപ്പെടുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അടച്ചു പോകും. നമ്മുടെ ബൈബിൾ സ്കൂളുകൾ തയ്യാറാക്കുന്നത് മിഷണറിമാരെയോ, അവരെ അതിനുവേണ്ടി അയക്കണം. നമുക്കൊരു തീരുമാനം എടുക്കാമോ? ഞാൻ പോകാം, ഞാൻ അയക്കാം. എന്റെ മനസ്സിനോട് ദൈവം തന്നെ ഒരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് IPCയുടെ 100ാം വർഷം, ഇന്ത്യ പെന്തക്കോസ്ത് ചർച്ചിന്റെ 100ാം വർഷം. നമുക്ക് കൊടുക്കേണ്ടത് 100 ആളല്ല, നമുക്ക് കൊടുക്കേണ്ടത് 100 വീടല്ല, നമുക്ക് ചെയ്യേണ്ടത് 100 സുവിശേഷകർ പോകട്ടെ. ഒന്നാമത് ഒരു 100 സുവിശേഷകർ. ചരിത്രത്തിൽ ഒരിക്കലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത എന്റെ ഭാരതത്തിലേക്ക് ഒരു 100 സുവിശേഷകർ. കണ്ണുകളടയ്ക്കാം. ഞാൻ എൻ്റെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ ദയവായിട്ടൊന്ന് കേൾക്കണേ പ്ലീസ്. ഞാൻ എൻ്റെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാരതം യേശുവിനെ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കാം. കരമൊന്ന് ഉയർത്താമോ? താങ്ക് യു ജീസസ്, താങ്ക് യു. എൻ്റെ കുഞ്ഞു സുവിശേഷ വേലയ്ക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ കരമൊന്ന് ഉയർത്താമോ? എൻ്റെ സഭയെ ഞാൻ സുവിശേഷ വേലയ്ക്ക് തയ്യാറാക്കും. ആ കരമൊന്ന് ഉയർത്താമോ? നന്നായിട്ടൊന്ന് ഉയർത്താമോ? ഞാനൊരു മിഷൻ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഉത്തര കേരളത്തിലേക്ക്, മലബാറിലേക്ക്, മോനെ തിരുവല്ലയ്ക്ക് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. എന്റെ യേശുവിന്റെ സ്വർഗം വിട്ട് ഭൂമി വരാമായിരുന്നെങ്കിൽ, ഉക്ക് സാഹിബിനെ നാട് വിട്ട് ഇവിടെ എത്താമായിരുന്നെങ്കിൽ, വില്യം കേറിക്ക് ഇംഗ്ലണ്ട് വിട്ട് ഇവിടെ വരാമായിരുന്നെങ്കിൽ, നീ എന്തൊക്കെയാ നിനക്കൊന്നും പറ്റത്തില്ല. ഞാനെന്റെ പൈസ സ്വരൂപിച്ച് ഞാനൊരു മിഷൻ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് തയ്യാറാ? ഒന്ന് കൈയ്യർത്താമോ? ഒരു മിഷൻ യാത്ര. ഞാൻ അമ്മച്ചിയെ കാണുന്നുണ്ട്. 80 വയസ്സ് കാണും അമ്മച്ചി. 95 വയസ്സുള്ള അപ്പച്ചൻ 4ാമത്തെ മിഷൻ യാത്ര നടത്തി കഴിഞ്ഞു. നമ്മുടെ സതീഷ് പപ്പ തിരിച്ചു പോയപ്പോ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ 5ാമത്തെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. 95 വയസ്സ് കഴിഞ്ഞപ്പോൾ 1200 കിലോമീറ്റർ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ? ഞാനൊരു സുവിശേഷകനാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ചോദ്യം ചോദിക്കും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം മോനെ. ഇത് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനൊരു സാധാരണക്കാരൻ സുവിശേഷകനാ. പക്ഷെ മോനെ, നിന്നോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുക. ഐഡാസ് കണ്ടൊരു തീരുമാനമെടുത്ത് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഉണ്ടായി. നിനക്കൊരു തീരുമാനം എടുക്കാം. ഒരു ഡങ്ങനൊരു തീരുമാനം എടുത്തു. നേപ്പാളിൽ 1953 ആദ്യത്തെ സുവിശേഷകരെത്തി മാസ്റ്റർ. ഒറ്റ ക്രിസ്ത്യാനി ഇവിടെ ഇല്ല. ഞാൻ ഇവിടെ ചെന്നപ്പോ എന്നോട് ടോണി പാസ്റ്റർ പറഞ്ഞു, മാസ്റ്ററെ ഇന്ന് സുവിശേഷം എത്താത്ത ഒരു സ്ഥലവുമില്ല നേപ്പാളിൽ. ഒരു മലയാളി അത്യാലിൽ അച്ഛൻ നേപ്പാളിൽ പോയതിന്റെ റിസൾട്ടാണ്. ഒരു ഡോക്ടർ ഡങ്കൻ ഇംഗ്ലണ്ടിൽ നിന്ന് അവിടെ അതിർത്തിയിൽ വന്നതിന്റെ റിസൾട്ട്. അവരെ ഇന്നൊരു തീരുമാനം പോലെ നീ എടുത്താൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കും. ഞാൻ സുവിശേഷം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്ഥലത്ത് ഒരു സുവിശേഷകയാകാൻ, ഒരു സുവിശേഷകനാകാൻ ആഗ്രഹിക്കുന്നു. കരമൊന്ന് ഉയർത്താമോ? കരമൊന്ന് ഉയർത്താമോ? ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? നാണക്കേടെന്താ? നാണക്കേടല്ല. നീ ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? സുവിശേഷം എത്താത്ത ഒരു സ്ഥലത്ത് ഒരു സുവിശേഷകനായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭാരത യേശുവിനെ അറിയണം. ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിക്കാം. കൈകൾ തട്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഭാരതത്തിന് വേണ്ടി ഒന്നിടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. We rebuke in the name of Jesus every evil powers and the power, the authority of the dark forces, and we proclaim victory. We proclaim deliverance in the name of Jesus. Let my nation know Jesus. We bless our land in the name of Jesus. ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ 100-ാം വർഷത്തിൽ 100 സുവിശേഷകർ, 1000 സുവിശേഷകർ എഴുന്നേൽക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.